ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാമക്കൽ മെറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ക്രൗഡ് ഹിൽ കോട്ടേജസ് എന്ന് പറയുന്ന ഒരു കോട്ടേജ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസോർട്ട് രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് അവിടെ പോകുമ്പോൾ വിശദമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ള വ്യക്തികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. വിവേക്, ഉല്ലാസണ്ണൻ, ഇനി നമ്മുടെ എന്തോ അശോക, അപ്പോൾ നമ്മുടെ അശോകൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കോട്ടേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം അല്ലേ? അതെ അതെ അതെ. അതുവരെ അശോകന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വിവേക് പറഞ്ഞ പോലെ നമുക്ക് ആദ്യം അശോകന്റെ ഒരു പാട്ട് കാണാം, കണ്ടിട്ട് തിരിച്ചു വരാം. കരുടുമായി മനസ്സ് മനസ്സിനായി എന്നല്ലോ കരുടുമായി മനസ്സ് മനസ്സുമായി ആടി ആടി ചേർന്നല്ലോ ഇടക്കിളി ഇനിയും കുളിരുമായി നീ മധുരമായി നീ മധുര ഭാഷിണി പാത പറഞ്ഞു തിലകവുമായി പുള്ളി പുള്ളി പോയി. അങ്ങനെ നമ്മൾ ക്രൗഡ് ഹിൽ കോട്ടേജസിൽ എത്തിയിരിക്കുകയാണ്. ഇത് കാണുന്നതാണ് അതിന്റെ ചുറ്റുമതില്, അല്ലേ? ഇത് ക്രൗഡ് ഹിൽ വില്ലാസ് അല്ലേ? ഇത് കോട്ടേജ് അല്ലല്ലോ, എന്തൊരു പേര് മാറിപ്പോയി. ഇല്ല, ആവാൻ വഴിയില്ല. ഗൂഗിൾ മാപ്പിൽ ഇതല്ലേ അവസാനം ഇത് തന്നെ ഇതാണ് കാണിച്ചത്. അകത്തൊന്ന് ചോദിച്ചാൽ, അകത്ത് പോയി ഒന്ന് ചോദിക്കാം, റിസപ്ഷനിൽ പോയി ഒന്ന് ചോദിക്കാം. നമ്മൾ നമ്മുടെ കോട്ടേജസിൽ എത്തിയെന്നാണ് നമ്മുടെ ഒരു ഊഹം. കാരണം ഗൂഗിൾ മാപ്പ് അങ്ങനെയാണ് കാണിച്ചത്. എന്തായാലും ഇവിടെ വില്ലാസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അത് വിവേകാണ് കണ്ടുപിടിച്ചേട്ടാ. താങ്ക് യു താങ്ക് യു. ഭയങ്കര കണ്ടുപിടുത്തണം. കാരണം ഇവിടെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ കണ്ടുപിടിക്കാമല്ലോ. ഇംഗ്ലീഷ് വായിക്കാൻ എനിക്കല്ലേ അറിയത്തുള്ളൂ. ശരി. എന്തായാലും നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് ഒന്ന് ചോദിക്കാം, ക്ലിയർ ചെയ്യാം ഇത് നമ്മൾ വന്ന കോട്ടേജസ് ആണെന്നുള്ളത്. റിസപ്ഷൻ ഇവിടെയാണോ? നമസ്കാരം. ഇത് ക്രൗഡ് ഹിൽ കോട്ടേജസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് കോട്ടേജസ് എന്നാണ് കണ്ടത്. പേരെന്താ? നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
വിവേകേ, ഇതാണോ നമ്മുടെ റൂം? ഇതാണ് നമ്മുടെ റൂം. ആ, തുറക്ക് നോക്കാം. ഈ റൂമിന്റെ പേരുണ്ട് കേട്ടോ, എന്ത് പേര്? ട്രയാങ്കിൾ കോട്ടേജ്. ആഹാ. ഇതിന്റെ മുകളിലോട്ട് നോക്കിയാൽ മതി, ട്രയാങ്കിൾ ഷേപ്പാണ്. ഓ, ഇതിപ്പോൾ 4 പേർക്ക് സുഖമായി കിടക്കാം അല്ലേ? സുഖമായിട്ട് 4-6 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു ബെഡ് 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ആഹാ. എക്സ്ട്രാ ബെഡ് വാങ്ങിക്കേണ്ട കാര്യമില്ല. യെസ്. ഇതിനെത്രയാണെന്ന് പറഞ്ഞാൽ 3500. 3500. പിന്നെ ബാത്റൂമോ? ബാത്റൂം ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ, ബാത്റൂം, വിശാലമായ ബാത്റൂം. അപ്പോൾ ഇതാണ് ബാത്റൂം. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ TV ഉണ്ട് അല്ലേ? AC ആവശ്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? വേണ്ടല്ലോ, വേണ്ട. അതെ, ഫുൾ ടൈം തണുപ്പാണ്. അപ്പോൾ എന്തായാലും 3500 രൂപയ്ക്ക് വർത്താണ്. തീർച്ചയായിട്ടും. ഇനി നിങ്ങൾ കയറിക്കോ. കാരണം നിങ്ങളെ നേരത്തെ ഇതിനകത്ത് കയറിയാണല്ലോ, കയറ്റിയുള്ള കുഴപ്പമൊന്നും അറിയാമോ? നിങ്ങളത് കംപ്ലീറ്റ് ചീത്തയാക്കും. കരിമ്പി കൂട്ടി ആന കയറിയ അവസ്ഥയായിരിക്കും. അതെ. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അല്ല അങ്ങനെയല്ല, സെക്യൂരിറ്റീസിനെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത്. ഞാൻ അങ്ങനെയല്ല. ഇപ്പോൾ ഉല്ലാസനെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു റിസോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആദ്യം കയറി ബാത്റൂം യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം കയറി, ഞങ്ങൾ രണ്ടുകൂടെ കയറി അത് കാണിച്ചത്. ഞങ്ങൾ യൂസ് ചെയ്തതല്ല, ഞങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുത്തതാണ്. ആണ് അത് കാണിച്ചിട്ട് എനിക്കറിയോ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ 24 മണിക്കൂർ അതിനകത്ത് ഇരിക്കുന്ന വലിയ പ്രശ്നം അതാണ്. അത് നോക്കണം കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ചിലരുണ്ട് വെളുപ്പിന് 2 മണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 5 മണിയാകുമ്പോൾ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് അരുൺ, പുള്ളിയാണ് ഇപ്പോൾ റിസപ്ഷനിൽ നിന്നത്. പുള്ളിയും ബ്രദറും കൂടെ ചേർന്നാണ് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ? എത്ര വർഷമായി ഇത്? ഞങ്ങളിപ്പം 8 വർഷത്തോളമായി പ്രൊപ്പർട്ടി. 8 വർഷത്തോളം. മൊത്തം ഇവിടെ എത്ര റൂമാണുള്ളത്? 12 റൂമാണുള്ളത്. ആ, 12. അപ്പോൾ നമ്മളിപ്പം താമസിക്കുന്നത് 3500 എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ഇങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് മാത്രം റെൻറ്റ് മാത്രമാണ് 3500. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ആണ്. ബാക്കി ഫുഡിൻ്റെ സെപ്പറേറ്റ് ആണ്. അത് ശരി. ഇത് സിൽവർ റൂമാണ്, നമ്മൾ ഫാമിലിക്ക് പറ്റിയ റൂമാണ്. ഇത് ഫാമിലിക്ക് പറ്റിയതാണ്. ഇത് എത്രയാണ് റേറ്റ് വരുന്നത്? 1500 റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെയും TV യും ഒരു ഫാമിലി കിടക്കാനുള്ള ബെഡ്, ഡ്രസ്സിങ് ഏരിയ അല്ലേ? ബാത്റൂം നമുക്കൊന്ന് വേണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ ബെഡ് കൊടുക്കുമോ? അഡീഷണൽ നമ്മൾ 3 സ്റ്റാർ എന്നാണ് പറയുന്നത്. അവർക്ക് പിള്ളേർ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യും? ഇല്ല, ഇത് നമ്മൾ ഫാമിലിക്കുള്ള റൂമാണ്. ഇതിനകത്ത് ബിഗ് ബെഡ് തന്നെ 2 ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2500 രൂപ. 2500. അപ്പോൾ നിങ്ങൾ നമ്മൾ താമസിക്കുന്ന ആ കോട്ടേജ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, വില്ല അല്ലേ? ഓക്കെ. അപ്പം വില്ലയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് കാണാൻ പോകട്ടെ. എന്ന് പറഞ്ഞ് പോയി കണ്ടിട്ട് മീൻകുളം ആവരുത്. അല്ലല്ല, ഇപ്പോൾ നമ്മൾ കോട്ടേജസ് മാറിയത് വില്ല ആയതുപോലെ മീൻകുളം ആവില്ല എന്തായാലും. സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. ഇവിടെയൊക്കെ മുന്തിരികളാണ് അല്ലേ? മുന്തിരിയാണ്. ഇത് എന്തുകൊണ്ട് നടത്തിയിട്ടങ്ങനെ? മുന്തിരിയല്ല ഇത്. പൂക്കൾ വരുന്ന ചെടി അതാണ്.
ഇത് നമ്മൾ ആക്കുളം പായൽ ആലപ്പുഴയിലൊക്കെ ഉള്ള ആക്കുളത്തും ഉണ്ട്. ആ, അത് ആലപ്പുഴയിൽ വന്നതാണ്. ആലപ്പുഴയിൽ മാത്രമേ എല്ലാം ഉള്ളൂ അല്ലേ? ആലപ്പുഴയിൽ ഒരു പായലുണ്ട്. ആലപ്പുഴയിലെ ഏറ്റവും വലിയ പായലാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചകൾ. അപ്പം സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. ക്യാമ്പ് ഫയർ ആണോ? പിന്നെ DJ പാർട്ടി, ആ ലൈറ്റ് ഒക്കെ ഉണ്ട്. ആ ഓക്കെ. അപ്പോൾ ആ പരിപാടിയും ഇവിടെ ഉണ്ട് അല്ലേ? DJ പാർട്ടിയും സംഭവം. അപ്പോൾ ഇവിടെ ആയിരിക്കും ക്യാമ്പ് ഫയറൊക്കെ നടത്തുന്നത്. ചിക്കനെ അതിൽ കോഴി ഇങ്ങനെ കൊഴുത്തി വയ്ക്കും. അതിനാണ് ഈ കമ്പി വെച്ചേക്കുന്നത്. തീ കത്തിച്ചാൽ മതി. ആ എന്നിട്ട് അപ്പം ഫ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് കഴിക്കാം. എന്നിട്ട് 3.5 മണിക്കൂറിന് ശേഷം സാധാരണ പ്രോസസ്സൊക്കെ നടക്കും. അതിനുശേഷം അതിന്റെ ചുറ്റും നൃത്തം ചെയ്യും. അതാണ് ചിക്കൻ ഫയർ. ചിക്കൻ ഫയർ. കുളിയൊക്കെ കഴിഞ്ഞ് സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോകാൻ കേട്ടോ. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം നേരത്തെ റെഡിയായി അങ്ങോട്ട് താഴോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. സ്വിമ്മിംഗ് പൂളിലേക്ക് കുളി അടിപൊളി, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചായ കുടിക്കാൻ തന്നെ ഇരിക്കുകയാണ്. ആഹാ ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു കുളി? സ്വിമ്മിംഗ് പൂളിലെ കുളി നിങ്ങൾ ഇറങ്ങിയില്ല? അടിപൊളിയായിരുന്നു. അശോ ഉറപ്പല്ലേ? തണുപ്പുണ്ടായിരുന്നു? ഞാൻ വിവേകിൻ്റെ അടുത്തിരിക്കാം അല്ലേ? എനിക്കെന്തോ വലുത് വരാതിരിക്കാന്ന് തോന്നുന്നു. ഇല്ല, പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. സ്നേഹം കൊണ്ട് വന്നതാണെന്ന് മനസ്സിലായില്ല. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് അറിഞ്ഞൂട, അതുകൊണ്ട് പറഞ്ഞതാ. ക്രൗഡ് ഹിൽ വില്ലാസിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നും ചായയും കുടിച്ച് വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വില്ലയിൽ നിന്നും ഏകദേശം 250 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വ്യൂ പോയിന്റിൽ. നടക്കാൻ മടിയുള്ളവർക്ക് അവരുടെ സ്വന്തം വാഹനത്തിൽ ഇവിടേക്ക് പോകാം. ടാറിട്ട റോഡല്ലെന്നേ ഉള്ളൂ. വഴിയിലാണെങ്കിൽ കുണ്ടും കുഴികളും ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് വ്യൂ പോയിന്റിൻ്റെ അങ്ങറ്റം വരെ കാറിൽ പോകാവുന്നതാണ്. കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന ക്രൗഡ് ഹിൽ വില്ല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ കാണുന്ന വ്യൂ തമിഴ്നാടിൻ്റെ. നിങ്ങൾ വീഡിയോയിൽ കാണില്ലേ, ആ 2 മരങ്ങൾക്കിടയിൽ കൂടി അങ്ങ് ദൂരെ കാണുന്നില്ലേ, അത് അവിടെയാണ് കേട്ടോ വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് ചെറിയ ഈ തണുപ്പത്ത് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, ആ മലനിരകൾക്കും ആ കോടമഞ്ഞിനും ഇടയിൽ കൂടെ കാണുന്ന അങ്ങ് താഴെ കാണുന്ന ആ കൃഷിസ്ഥലം തമിഴ്നാടിൻ്റെയാണ്. കോടമഞ്ഞ് ഇങ്ങനെ കയറി ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. ആ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. അടുത്തതായിട്ട് നമ്മുടെ അശോകനെ കൊണ്ട് DJ ഗാനമേള പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. അതിൽ നിന്നൊരു വെറൈറ്റി, അതും DJ ഗ്രൗണ്ടിൽ. അതെ, ഇവിടുത്തെ റിസോർട്ടിലെ DJ ഗ്രൗണ്ടിൽ ആണോ? റെഡിയല്ലേ? പിന്നെ മൈക്കും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനല്ല പാടുന്നത്, അശോകനാണ്. ഞാൻ മൈക്കും പിടിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത പാടാൻ വേണ്ടിയിട്ട്. പാടാൻ അറിഞ്ഞൂടാത്തൊരു മൈക്ക്.
അപ്പോൾ ക്രൗഡ് ഹിൽ വില്ലാസിലെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേയിലെ കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നു, എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നെല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ റിസോർട്ടിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതുവരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. എന്തായിരുന്നാലും ഈ നാളത്തെ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്തായിരുന്നാലും ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാണ്. പറയാതിരിക്കാൻ വയ്യ. ഉച്ചയ്ക്കുള്ള ഫുഡ് നല്ല വൃത്തി, അത് മാത്രമല്ല അവരുടെ ഭക്ഷണത്തിന്റെ രീതി. നമ്മൾ തിരുവനന്തപുരത്തുകാരാണെങ്കിലും നമുക്ക് എവിടെ ചെന്നാലും ചിലപ്പോൾ ഫുഡ് പിടിക്കത്തില്ല, പക്ഷെ ഇവിടെ നല്ല സൂപ്പർ ഫുഡാണ്. അതിന് കട്ടായം നമ്മൾ ഗ്യാരണ്ടി ഫുഡിന്. ഓക്കെ, ബാക്കിയുള്ള റൂമും വലിയ കുഴപ്പമൊന്നുമില്ല, കൃത്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന റൂമുകളൊക്കെ തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞു. ബാക്കി എന്താണ്? ഇല്ല, നേരത്തെ പറഞ്ഞ തന്നെ റൂമും ഫുഡും എല്ലാം സ്മാർട്ട് ആയിരുന്നു. നാളെ എന്തൊക്കെ ഉച്ചയ്ക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിന്റെ റെസിപ്പി എല്ലാം നമ്മൾ കാണിക്കും. എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് ഓവറോൾ ഒരു അഭിപ്രായവും പറയുന്നതായിരിക്കും. റെസിപ്പി കാണിക്കാൻ നല്ല ഫുഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടുത്തെ റൂമിന്റെ റെന്റ്സ് ഒക്കെ മറ്റപേക്ഷിച്ചതിനേക്കാളും കുറവാണ്. പക്ഷെ അതിനനുസരിച്ച് വൃത്തിയൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. നല്ല ഒരു വെറൈറ്റി റൂംസ് ആണ് ഇപ്പൊ നമുക്ക് തന്നേക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഹൗസ് കൊള്ളാം, നല്ല ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.